ഹായ് എവ്രി വൺ, വെൽക്കം ടു യെറ്റ് അനദർ നട്ടപ്പാതിര വീഡിയോ. അപ്പോൾ കാർത്തിക് സൂര്യ വെള്ളമടി കോണ്ടൻറ്റ്, ഇതാണ് വിഷയം. ഇന്നലെ കാർത്തിക് സൂര്യ അപ്ലോഡ് ചെയ്ത വീഡിയോ, നാട്ടിലെ പൂരത്തിനിറങ്ങി ആടിത്തിമിർത്ത് ആഘോഷിച്ച കാർത്തിക് സൂര്യയുടെ വീഡിയോയിൽ കാർത്തിക് സൂര്യയെ കാണുമ്പോൾ വെള്ളമടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് വ്യൂവേഴ്സിന്. അവരത് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ തുരുത്തുരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ കാർത്തിക് സൂര്യ ആണെങ്കിൽ വ്ളോഗിനിടയിൽ ഞാൻ ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ റിയൽ ഫേസ് ആയിരിക്കും, എൻ്റെ റിയൽ ഫേസ്. അല്ലാതെ ഞാൻ ഈ റിയൽ ലൈഫിനകത്ത് ഒരിക്കലും അഭിനയം കൊണ്ടുവരില്ല, അല്ലെങ്കിൽ റിയൽ ലൈഫിനകത്ത് ഞാൻ ഒരിക്കലും സ്ക്രിപ്റ്റ് കൊണ്ടുവരില്ല. ആ ഒരു സ്കീം പിടിച്ചിട്ടാണ് കാർത്തിക് സൂര്യ ഇനി അങ്ങോട്ട് മുന്നോട്ട് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പം ആകെ മൊത്തം നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സംശയം. ഞാൻ ഹോണസ്റ്റായിട്ടൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അരുണിമ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കാറിൽ കയറിയ സമയത്താണ് എനിക്ക് ആ ഒരു മണം കിട്ടിയതും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. നമ്മുടെ അടുത്തൊരാളുള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മളെ കൺമുന്നിൽ നിന്ന് ഒരാൾ വെള്ളം അടിക്കുമ്പോഴൊക്കെ നമുക്കതിനൊരു മണം കിട്ടിയാലും അല്ലെങ്കിൽ ഇത് അടിക്കുന്നത് കണ്ടാലും അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾക്ക് അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ വെള്ളം അടിക്കുകയോ ഇല്ലെന്നൊക്കെ നമുക്കറിയാം. ഒരാളുടെ വ്ളോഗ് കണ്ടതിന് ശേഷം പൂരമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അയാൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്, വായിക്കുന്ന ആവിനൊന്നൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്കങ്ങോട്ട് ഇത് ഉറപ്പിച്ചടേ കോൺക്രീറ്റ് ഇട്ട് കാർത്തിക് സൂര്യ വെള്ളം അടിച്ചു എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റൂല. ഓക്കെ, നമുക്ക് വ്ളോഗ് നോക്കി മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ വ്ളോഗിൽ എവിടെയും കാർത്തിക് സൂര്യ വെള്ളം അടിക്കുന്നത് കാണിക്കുന്നില്ല. ആ വ്ളോഗിൽ എവിടെയും വെള്ളം അടിക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിലുള്ളൊരു സംസാരമായിട്ട് സംസാരിക്കുന്നില്ല. പിന്നെ പലരും പറയുന്നു കുട്ടികൾ ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവില്ലേ. കുട്ടികൾ കാർത്തിക് സൂര്യയുടെ വെള്ളമടി കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂലോ പൊട്ടത്തി എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഞാൻ നിർണായകമായ തീരുമാനമെടുത്തു. അപ്പോൾ നിർണായകമായ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇന്നലത്തെ വ്ളോഗിൽ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരണം, കല്യാണമൊക്കെയാണ് വരാൻ പോകുന്നത്, സോ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ വീഡിയോയുടെ ഒരു തുടക്കം പോകുന്നത്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവുകയാണ്, ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താണ്, അതിന് വേണ്ടിയിട്ട് അവർ ഒരാളുടെ അസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന വീഡിയോയിൽ പിന്നെ അങ്ങോട്ട് പൂരം വൈബ് കയറുകയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. നമുക്കറിയാം നാട്ടിലൊക്കെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതേപോലത്തെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത്, നാട്ടുകാരുള്ള സമയത്താകുമ്പോൾ നമ്മൾ വൈബാക്കും. അപ്പം ഞാൻ വെള്ളം അടിക്കാറില്ല, അങ്ങനത്തെ ഒരു പരിപാടികളും എനിക്കില്ല, ബട്ട് സ്റ്റിൽ ഞാനും വൈബാക്കാറുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് ചിലപ്പോൾ വെള്ളം അടിക്കുന്നവർ കാണും, അവർ ചിലപ്പോൾ ഒരു സൈഡിലിരുന്ന് വെള്ളം അടിക്കും, വെള്ളം അടിച്ചിട്ട് വരും, അവരുടെ വൈബിൽ നമ്മളും കയറി എൻജോയ് ചെയ്തിട്ട് പോകും. ഓക്കെ, അതാണ് എൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. വെള്ളം അടിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ വൈബ് അതാണ്. ഓക്കെ, സൈഡിലിരുന്ന് ടച്ചിങ്സ് അടിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചിരിച്ചിട്ട് പിറ്റേ ദിവസം അവരെ കളിയാക്കുക, അല്ലെങ്കിൽ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അവരെ തന്നെ ട്രോളി കാണിക്കുക, അതൊക്കെയാണ് നമ്മളൊരു സ്കീം. എന്താണെങ്കിലും കാർത്തിക് സൂര്യ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടി ആഘോഷങ്ങൾ തുടങ്ങുന്നത് മുതൽ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആ സംശയങ്ങൾ തുടങ്ങാനുള്ള ഇടയുണ്ടായ സിറ്റുവേഷൻസ് മുതൽ നമുക്ക് നോക്കാം. ഞങ്ങൾ വരാം സുഹൃത്തുക്കളെ, ഞങ്ങൾ കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഉത്സവ പൊളിയാക്കാൻ. അണ്ണാ പൊളി കോസ്റ്റ്യൂം കേട്ടാ, എങ്ങനെയുണ്ട്? സെറ്റ് സാരം. വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ആരും കാണാനില്ല, പുല്ല് നാണം കെട്ടിയ. ഹലോ ചേച്ചി, നമസ്കാരം. ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടായിരുന്നു. നിങ്ങളാണോ കാത്തിരുന്നത്? നിങ്ങളല്ലേ കാത്തിരുന്നത്? എന്നാ ഞാൻ പോണ്. പോണ്ടേ. എന്താ പേരെന്തായിരുന്നു? എന്റെ പേര് രാധ. ഞാൻ പ്രസാദിന്റെ അമ്മൂമ്മ. പ്രസാദിന്റെ അമ്മൂമ്മയാണോ? ഇത് പ്രസാദിന്റെ മാമി. ഹലോ നമസ്കാരം മാമി, പ്രസാദിന്റെ മാമി. ഹലോ നമസ്കാരം. എന്താ പേര് മക്കളെ? നിളയോ? ഇതോ പൂജ. നിളയും പൂജ എവിടെ പോവാ? ഓക്കെ. എന്തിനാ എവിടെ നിക്കണേ? വെറുതെ. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ടൈം ലൈനിൽ അവർ സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇന്ന സിറ്റുവേഷനിൽ ഇവരുടെ റിയാക്ഷൻ, ഇന്ന സിറ്റുവേഷനിൽ കാർത്തിക് സൂര്യയുടെ റിയാക്ഷൻ, അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതിലിപ്പോൾ അടിച്ചോ ഇല്ലേ എന്നുള്ളതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരാളിങ്ങനെ വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇപ്പോൾ പല സീൻസിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് അട്ടർ മണ്ടത്തരായിരിക്കും, അയാൾ ക്ഷീണിച്ചത് കൊണ്ട് അയാളുടെ നാവ് വഴിയായിരിക്കും, അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഹെൽത്ത് കുറച്ച്
ഉറക്കം ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തോ ചിലർക്ക് ഇതേപോലെ ഒരു ബോഡി ലാംഗ്വേജ് വരാം. ഇനി ചിലർ വെള്ളം അടിച്ചിട്ട് തന്നെ ആയിരിക്കും, ഇനി പറയാൻ പറ്റില്ല. ഇത് രണ്ടും ആവാം. ഞാൻ കൺഫേം ആയിട്ട് പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല കാർത്തിക് സൂര്യ വെള്ളം അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടില്ല എന്നുള്ളത്. അതായത് നാട്ടുകാരുടെ സംശയങ്ങൾ മുറുകുന്ന സ്ഥലങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ, ഇതിലൊരു പോർഷൻ മാത്രമാണ് ഞാൻ കാണിച്ചത്. ഞാൻ ഒരുപാട് പോർഷൻസ് കുറേ ചേച്ചിമാരുടെ ഒപ്പം പോയി സെൽഫി എടുക്കുന്നത്, കുറേ പിള്ളേരുടെ ഒപ്പം പോയി സെൽഫി എടുക്കുന്നതൊക്കെ അങ്ങനെ വ്ളോഗിനകത്ത് തകർക്കുകയാണ് കാർത്തിക് സൂര്യ. അങ്ങനെ നാട്ടിലെ പുര അടിച്ച് പൊളിച്ച് പോവുകയാണ്. ഇതിൻ്റെ ഒരു ഫേസ് ലൈക്ക് ലാസ്റ്റ് ടെയിൽ പോർഷനിൽ വ്ളോഗിൽ എത്തുമ്പോൾ കാർത്തിക് സൂര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ശരി ഗൈസ്, ഇത് ഞാൻ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരികയാണ്. നിങ്ങൾ ചിലപ്പോൾ ജഡ്ജ് ചെയ്യും, ചിലപ്പോൾ ജഡ്ജ് ചെയ്യില്ല, പക്ഷേ ഞാൻ എല്ലാവരുമായിട്ടും എടുക്കൂടാ സെറ്റ് ഡാപ്പിടി. ഒരു മറയില്ലാതെ ഞാൻ എൻ്റെ ഓഡിയൻസിനെല്ലാം കാണിച്ചു കൊടുക്കാടാ. ഒന്നുകിൽ അവരെന്നെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ കാണും. എന്താണെങ്കിലും ഒരു മറയില്ലാതെ. ഇപ്പം ഈയിടെയായിട്ട് നമ്മൾ ഭയങ്കര റോ ആണ്. പാടാ ഒരു മറയില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ് വ്ളോഗ്. എന്താണോ എന്റെ ജീവിതം നടക്കണ എക്സാക്ട്ലി അതിപ്പോ കാണിച്ചോണ്ടിരിക്കുകയാണ്. നീ വണ്ടിയെട്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോ എന്റെ ഓഡിയൻസിന്റെ കൂടെ കാണുമായിരിക്കും, പക്ഷെ എനിക്കറിയാം കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്റെ അടുത്തൊരു സ്നേഹം ഉണ്ടെന്ന്. അങ്ങനെയല്ലേ വേണ്ടത്. എല്ലാരും ഒരുപോലെ ആയി കഴിഞ്ഞാല് ശരിയാവും. ഇപ്പൊ നീ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലായിടത്തും അവൈലബിൾ ആണ്, കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോ ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഹായ് കാർത്തിക് ഫോട്ടോ എടുക്കട്ടെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ അടുത്തൊക്കെ. എന്ന് പറഞ്ഞാൽ നിന്റെ ആ പഴയ കാലം തൊട്ട് ഇപ്പോഴും വരുമ്പോഴേ അപ്പോൾ വിഷയം ആള് റോ ആവുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. മൊത്തത്തിൽ ഇങ്ങോട്ട് വ്ളോഗിൽ എല്ലായിടത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക റോ ആയിട്ട് കാണിക്കാൻ പോകണം. ഇനി എന്ത് കാര്യമാണെന്നില്ല. അപ്പോൾ ആ പറഞ്ഞു വെച്ചതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹാപോഹമായിട്ട് എടുക്കാം. എന്ത് ഞാൻ എല്ലാം കാണിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ നാട്ടിലെ പൂരത്തിന് എൻ്റെ മൂഡ് ഇതാണ്, ഞാൻ അങ്ങനെയാണ് നടക്കാൻ പോണത്. നാട്ടിൽ അങ്ങനെയാണെങ്കിലും, പക്ഷേ എല്ലായിടത്തും അങ്ങനെയാണെന്നില്ല, നാട്ടിലെ മൂഡ് അങ്ങനെയാണ്. അപ്പോൾ ആ പൂരത്തിൻ്റെ മൂഡ് അങ്ങനെ തന്നെയാണ് കാണിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. വെള്ളം അടിച്ചത് ഞാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളത് അങ്ങനെ കാണിക്കാം. പക്ഷേ ഇയാൾ എവിടെയും ഇതിലൊരു കുപ്പി കൊടുന്ന് വെക്കുന്നതോ കുപ്പിയിൽ നിന്നെടുത്ത് അടിക്കുന്നതോ ഫ്രണ്ട്സ് കൂടി ഇരുന്ന് വട്ടം കൂടി അടിക്കുന്നതോ അല്ലെങ്കിൽ ഇത് അടിച്ചതിന് ശേഷം അതിനിടയിലൊരു ഡിസ്ക്ലൈമർ വെച്ചിട്ട് മദ്യപാനം ഹാനികരെന്ന് എവിടെയും വെച്ചിട്ടില്ല. ആരോടും കുടിക്കണം എന്ന് പറയാൻ കുടിച്ചതാണെങ്കിൽ എന്നുള്ള സിറ്റുവേഷനിലായിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിൽ കാർത്തിക് സൂര്യ അങ്ങോട്ട് ഇരുന്ന് കുടിച്ചിട്ടുണ്ടേ എന്നുള്ള ഒരാൾക്കും പറയാൻ പറ്റില്ല. ഓക്കെ, കമൻറ്റ് ബോക്സിൽ വരുന്ന സംശയങ്ങൾ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ വേറെ ഒന്നും നടക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ മൈന്യൂട്ടായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളുടെ നാവോ നമ്മളുടെ രൂപമോ നമ്മളുടെ നോട്ടമോ ഒക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് അവരത് പിടിക്കും. അവർക്കത് മനസ്സിലായി തുടങ്ങും. ഇവൻ ഇത്ര കാലം കണ്ട പോലെ അല്ലല്ലോ, ഈ ചെറിയൊരു ഫോണിൻ്റെ ഫ്രെയിമിലാണ് നമ്മളെ കാണുന്നതെന്നുണ്ടെങ്കിലും നമ്മളിൽ വരുന്ന ഓരോ മാറ്റങ്ങളും വളരെ പ്രകടമായിട്ട് അവർക്ക് വിസിബിളാണ്. അവർക്ക് ഭയങ്കര വിസിബിളാവും. അവരത് ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യും, അവരത് കമൻറ്റ് ബോക്സിൽ എഴുതും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് തോന്നുന്നു എനിക്ക് കാർത്തിക് സൂര്യൻ്റെ. ഞാൻ കാർത്തിക് സൂര്യ ഇതും കൂടി പറയുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി അത് കണക്റ്റ് ആവും. ഫോർ മീ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഇത് എന്ത് തരം ലഹരിയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ സർക്കാർ വിൽക്കുന്ന സാധനമാണെങ്കിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല പേഴ്സണലി ചെയ്തിട്ട് നിങ്ങളെ മുന്നിൽ വരാനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാനോ ഒക്കെ. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് പോകുമ്പോൾ കൂട്ടത്തിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആരെങ്കിലും അങ്ങനെ അബദ്ധത്തിൽ വന്ന് പെട്ടാലുള്ള പെടൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ ആരെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് ഇത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ തന്നെ അവർ ചെയ്യുന്നത് മോശമാണോ ഞാൻ ചെയ്യാറില്ല എന്നുള്ള രീതിക്ക്. കാരണം എനിക്കതിനോട് താല്പര്യമില്ല, എനിക്കതിനോട് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വെള്ളമടി, പുകവലി, അങ്ങനത്തെ പരിപാടികളോടൊന്നും എനിക്ക് പേഴ്സണലി ഒത്തുപോകാൻ പറ്റില്ല. എനിക്കതൊരു സംഗതിയല്ല. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ വേറെ എന്തില്ലെങ്കിലും ഈ സാധനം ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഞാൻ കീപ്പ് ചെയ്തിട്ട് തന്നെ പോകും. കാർത്തിക് സൂര്യ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡേ ടു ഡ്രീം കാർത്തിക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും 1-2 ആളുണ്ടെങ്കിൽ തന്നെ അത് ആയല്ലോ. അങ്ങനെയുള്ളവരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ബട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിലെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നാട്ടുകാരെ കാണിക്കുന്നതോ നാട്ടുകാർ കാണുന്നതോ അതൊന്നും നോക്കണ്ട. നമ്മളെ ലൈഫിലെ കാര്യം നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളം അടിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ലിമിറ്റ് വെച്ച് അടിക്കുന്നവരുണ്ട്, ഒക്കേഷണലി മാത്രം കുടിക്കുന്നവരുണ്ട്, ഒക്കേഷണലിയും ലിമിറ്റഡും ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് ഫുൾ ടൈം മദ്യപാനത്തിലേക്ക് പോകുന്നവരുണ്ട്. അതൊക്കെ
നമ്മുടെ ലൈഫിൽ നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. വെള്ളം അടിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ളത്. പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കമൻറ്റ്സ് ഇങ്ങനെയാണ്, അടിച്ച് പൂസാണ് എന്ന്, പിന്നെ ഞാനും എൻ്റെ മോനും നിങ്ങളുടെ വീഡിയോ എന്നും കാണുന്ന ആളാണ്, ഇതെൻ്റെ മോൻ വീഡിയോ കണ്ടിട്ട് ചോദിക്കുക കാർത്തികേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന്, എന്ത് സന്ദേശമാണ് താങ്കൾ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മുൻപ് വേറൊരു വീഡിയോയിലും അടിച്ച് വിറ്റായതുപോലെ തോന്നിയിരുന്നു, അന്ന് സാബു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, മദ്യപാനം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിയായിരുന്നു, ന്യൂ കമ്പനിയിൽ ആൽക്കഹോൾ യൂസ് കൂടുതലാണ്, ട്രൈ ടു അവോയ്ഡ്, ചെറിയ മക്കൾ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, കാർത്തിക് ബ്രോ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുക, അടി ഇച്ചിരി കുറയ്ക്കുന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉപദേശം വരുന്നുണ്ട്. കലാഭവനിയുടെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ഫ്രണ്ട്സിനെ കുറേ പറയുന്നുണ്ട്, കാർത്തിക് സൂര്യ കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കുറേ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, കുറേ പേര് പറയുന്നുണ്ട് കുടിച്ചാൽ എന്താണ് കുഴപ്പം, അയാളുടെ റോ ഫേസ് റിയൽ ഫേസ് കാണിക്കില്ല, പിന്നെ ആൽക്കഹോളിസം മോശമല്ല എന്ന് പറയുന്നുണ്ട്. കമൻറ്റ് ബോക്സ് ഈസ് ലൈക്ക് മിക്സഡ്, ഓക്കെ, കംപ്ലീറ്റ്ലി ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഈ സാധനം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ മൊത്തത്തിൽ കമൻറ്റ് ബോക്സിനകത്ത് ഉപദേശങ്ങൾ പോകുന്നുണ്ട്, കമൻറ്റ് ബോക്സിനകത്ത് ഈ റോ ഫേസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ കാർത്തികിനെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്ന വ്യക്തി, കാർത്തികും ഞാനും തമ്മിൽ അത്യാവശ്യം നല്ല എന്താ പറയുക ഓക്കെയാണ്. അതായത് കാർത്തികിനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മളൊരു ഓക്കെ വൈബിൽ പോകുന്ന ആൾക്കാരാണ്. ഞാനെപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് പോലെ മദ്യം ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നല്ലത്, ലഹരി മാറ്റി നിർത്തിയാൽ നല്ലത്. ഞാനിതുമായിട്ട് കാർത്തികിനെ അടിച്ചിട്ടോ അങ്ങനെ ചെയ്തിട്ടോ കണ്ടിട്ടില്ല, അങ്ങനെ മുകളിൽ ഞാൻ കാർത്തികിനെ കണ്ടിട്ടില്ല. ഇവർ ഈ പറയുന്ന രീതിയിലേക്ക് ആര് പോവുകയാണെന്നുണ്ടെങ്കിലും, അത് കാർത്തിക് നല്ല ആര് പോവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ വേണ്ടാന്നേ പറയും. ഒന്ന്, രണ്ടാമത്തെ കാര്യം വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഈ കാർത്തിക് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിനകത്ത് ഈ റോ ഫേസ് റിയൽ ഫേസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മൂഡിൽ വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കാർത്തിക് ഇനി മുതൽ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതിൽ റോ ആണെങ്കിലും റിയൽ ആണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്ത് കാണിക്കുന്നത്, ഹൈഡ് ചെയ്ത് കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം റിയാലിറ്റി എന്നുള്ളതിൻ്റെ ഒരു എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ട് റിയാലിറ്റിക്ക്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല കാര്യമല്ലേ അത്? അല്ല, നമ്മൾ ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അത് പലരും അത് വേറെ രീതിയിലൊക്കെ എടുത്ത് കളയും. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ നമുക്കൊരു തോന്നലാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും, ചില ഇൻസിഡൻസ് ഉണ്ടാവും, അതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫ്, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണക്കാക്കുക, അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. അതെ, എന്തായാലും കൊണ്ടുപോയത് ഇവിടെ പരിപാടി നമ്മൾ വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തു. ഓക്കെ, ഞാൻ പോവാണ് ഗൈസ്, നേരെ എറണാകുളത്തോട്ട് പോവുക. വ്ളോഗിന്റെ കൂടെ കയറി അങ്ങ് പോകും. എനിക്ക് ഉണ്ടല്ലോ വിഷ്ണു, ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റിലേടാ എപ്പോഴൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താണെന്ന് കാണിക്കണമെന്നാണ് എനിക്ക് അന്നും ഇന്നും ഒക്കെ ഇഷ്ടം. ഈ വ്ളോഗിൽ നീ പഴയ കാർത്തിക് സൂര്യ അല്ല പഴയ വണ്ടിയിൽ കിടന്നിട്ട് ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ടൊക്കെ അല്ല ആ പഴയ രീതിയിലോട്ട് വന്നു. ആ ഡെയിലി വ്ളോഗ് വന്നതോടുകൂടി പിന്നെയും പഴയ കണക്കായി. ഒരു സമയമായപ്പോഴാ നന്ദു, നമ്മുടെ എൻ്റെ ചുറ്റുമുള്ള എല്ലാം മാറുകയായിരുന്നു, ചിന്താഗതികൾ മാറുന്നു. ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ആൾക്കാരിലോട്ട് എത്തുമ്പോൾ ആൾക്കാർ നമ്മളിൽ നിന്ന് പലതും എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ കൂടുന്തോറും നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മളല്ലാതായി പോകും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലെല്ലാം ആർട്ടിഫിഷ്യാലിറ്റി വരും. പക്ഷെ അതൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴേ അത് പിന്നെ ബാക്ക് ടു പഴയ കണക്കായി. അതായത് ഞാൻ ഇതൊക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞതാണ്, ഞാനിത് അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഈ റിയാലിറ്റീനകത്ത് ഇന്നിപ്പോൾ ഞാൻ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അവതാറായിട്ടാണ് നിങ്ങളെ മുന്നിൽ ഇതിനകത്ത് കാറിലിരിക്കുന്നത്. ബിഗ് ബോസ് പോയി വന്ന സമയത്തും ബിഗ് ബോസിലുള്ള സമയത്തും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഡിമാൻഡും എന്തായിരുന്നു, എനിക്കിതൊന്ന് ബ്രേക്ക് ആവണം. കാരണം കുറച്ചൊക്കെ ആളുകൾ നമ്മളുടെ റിയാലിറ്റി എന്താ മനസ്സിലാക്കണം. കാരണം ഇല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെനിക്ക് സീക്രട്ട് ഏജൻ്റ് ആയി ഇരുന്നു കൊണ്ട് ഡെലിവർ ചെയ്യാൻ പറ്റും ഇവിടെ. പക്ഷെ ഓൺ മൈ റിയൽ ലൈഫ് കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഡെലിവർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ചിലപ്പോൾ എന്നെ കാണുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ആവും. അപ്പോൾ അതിലും നല്ലത് എന്താ, എൻ്റെ റിയൽ ഇതാണ്, റിയാലിറ്റി ഇതാണ്. സീക്രട്ട് ഏജൻറ്റ് ഈസ് ദിസ് ഈസ് മൈ റിയൽ ഫേസ് ആൻഡ് സായി കൃഷ്ണൻ ഈസ് ദിസ് ഈസ് മൈ റിയാലിറ്റി. ഈവൻ മണി കംസ്, ഫെയിം കംസ്, നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റിയും വരും. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റിയും നമ്മളുടെ റിയൽ ലൈഫും കൂടി മിക്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കിളി മാറും. പിന്നെ കാർത്തിക് സൂര്യയുടെ ഒരു വിഷയം എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർത്തിക് സൂര്യ ഭയങ്കര എന്താ പറയുക, നാട്ടിലെ കുട്ടി, നാട്ടിൻപുറത്തെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് തോന്നുന്നത്. നാട്ടിലെ വൈബ്, ഹരിതാപ, പച്ചപ്പ് അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്.
പെട്ടെന്ന് കയറി വ്ളോഗ് ഹിറ്റാവുന്നു, പൈസ വരുന്നു, ഫെയിം വരുന്നു, കുറേ വർക്ക് വരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ നാട്ടിലെ വൈബ് ആണ് മിസ്സായി അയാൾക്ക്. അയാളിപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് ആ നാട്ടിലെ വൈബും നാടൻ വൈബും തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും കൊള്ളാം. കാർത്തിക് സൂര്യ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഈ പറഞ്ഞ എന്താ പറയുക, കുറച്ചൊരു ഔട്ട് ഓഫ് ദ ബോക്സ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൊണ്ടുവരും. അതിൽ ചിലത് പാളും, ചിലത് ഓക്കെയോ. എന്താണെങ്കിലും ഇത് ഞാൻ പറയട്ടെ, കാർത്തിക് സൂര്യ ചെയ്ത വീഡിയോസിനകത്ത് മേ ബി ഇപ്പം അടുത്ത് ഏറ്റവും ബാക്ക്ലാഷ് കിട്ടിയൊരു വീഡിയോ ഇതായിരിക്കണം കമൻറ്റ് ബോക്സിനകത്ത്. സോ ഇതിൽ നിന്ന് കാർത്തിക് സൂര്യയ്ക്ക് ഇഫ് ഇൻ കേസ് കാർത്തിക് സൂര്യ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മദ്യപാനോ കാര്യങ്ങളൊക്കെ ചെയ്താണെന്നുണ്ടെങ്കിൽ കാർത്തിക് സൂര്യയ്ക്ക് മനസ്സിലാവുമല്ലോ കമൻറ്റ് ബോക്സിനകത്തൊക്കെ ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത്. സോ ഞാൻ ആ ഫേസ് മാറ്റി വയ്ക്കാം. കാരണം അത് പഠിക്കാനും മാറ്റാനും പറ്റുന്നൊരു വ്യക്തി കൂടിയാണ് കാർത്തിക് സൂര്യ. അടുത്തൊരു വീഡിയോ ഇതിലും കിടിലനായിട്ട് ഇപ്പോൾ ഒരു വർക്കൗട്ട് സീരീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ അത് കണ്ട് ഇൻസ്പയർ ആവട്ടെ. ഞാൻ അത്രേ പറയുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആവും കുട്ടികളെന്ന് പറയുന്നവർ. കാർത്തിക് സൂര്യ ഇതിന് മുമ്പ് ഇഷ്ടം പോലെ വീഡിയോ ഇടുന്നു, ഇനി അങ്ങോട്ട് വർക്കൗട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അത് കണ്ട് ഇൻസ്പയർ ആവട്ടെ കുട്ടികൾ. ഓക്കെ, എന്തായാലും കൊള്ളാം. വ്യൂവർഷിപ്പ് ഡിസൈഡ്സ് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കണ്ടുപിടിച്ച് നമുക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല. സോ നമ്മളെ മാറ്റുന്നതും നമ്മൾ മാറുന്നതും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് സോഷ്യൽ മീഡിയ ലൈഫ്, അതിൻ്റെ ഫെയിം, അതിൻ്റെ പൈസ, അതാണ് നമ്മുടെ ലൈഫ്. എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ പോലെ അവർക്കും കൂടി കൺവിൻസിങ് ആവുന്ന രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല, ചില കാര്യങ്ങൾ പോകണം. സോ ഇറ്റ്സ് അപ്പ് ടു കാർത്തിക് സൂര്യ. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരിക്കലും ഇരുന്നിട്ട് ഇവൻ കുടിച്ചടേ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ എവിടെയും കാണിച്ചിട്ടില്ല, അയാളെവിടെയും അതിനെക്കുറിച്ച് പറയുന്നില്ല. ബട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സംശയങ്ങൾ നമുക്ക് വ്യൂവേഴ്സായിട്ട് തോന്നുന്നു. റെസ്റ്റ് ഈസ് അപ്പ് ടു ഹിം. അദ്ദേഹത്തിൻ്റെ ലൈഫാണ് ഇത്. സർക്കാർ നിരോധിച്ച് വെച്ച സാധനമൊന്നുമല്ല. ഈ കുടിയന്മാർ പറയുന്ന പോലെ എല്ലാ സർക്കാർ ടാക്സ് കൊടുത്ത് വെക്കുന്നത് ഞങ്ങൾ കുടിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാണിക്കണോ വേണ്ടേ ചെയ്യണോ എന്നുള്ളതൊക്കെ അവൻ്റെ പേഴ്സണൽ താല്പര്യമാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.